നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. നിരവധി അപകടങ്ങളും ദുരന്തങ്ങളും കടന്നുപോയ മണിക്കൂറുകളാണ് പിന്നിട്ടത്. മുളങ്കുന്നത്തുകാവ്, ചൊവ്വൂർ, മങ്കര തുടങ്ങിയ സ്ഥലങ്ങൾ പട്ടികയിലുണ്ട്. കുമരനെല്ലൂരിൽ ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവവും ഏറെ വേദനാജനകം. പരിശോധിക്കാം തലക്കെട്ടുകളിലേക്ക്. നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. സംസ്ഥാന പാതയിൽ മുളങ്കുന്നത്തുകാവ് ക്ഷേത്രത്തിനു സമീപം തടികയറ്റിയ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ലോറിയിലെ തടിക്കെട്ടുകൾ പൊട്ടിയതോടെ ലോറി സംസ്ഥാന പാതയിൽ നിന്ന് നീക്കാൻ കഴിയാതായി. 12 മണിക്കൂർ ഭാഗിക ഗതാഗത സ്തംഭനം. ഇരുദിശയിലേക്കും കിലോമീറ്ററുകളോളം വാഹന നിര നീണ്ടു. കാർ ഡ്രൈവർ തിരൂർ ചിറ്റിലപ്പള്ളി വീട്ടിൽ 30-കാരൻ ഷിൽജന് നേരിയ പരിക്ക്. ചൊവ്വൂർ അഞ്ചാങ്കല്ലിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഓടിക്കയറി അപകടം. 3 വനിതകൾക്ക് പരിക്ക്. ഓടി രക്ഷപ്പെട്ട ബസ് ഡ്രൈവർക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഓട്ടുപാറ വാഴാനി റോഡിൽ പാൽ കയറ്റി വന്ന വാഹനം നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂൺ ഇടിച്ചു തകർത്തു. മങ്കരയിലാണ് അപകടം. വടക്കാഞ്ചേരി കുമരനെല്ലൂരിൽ ജോലിക്കിടെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് KSEB വർക്കർക്ക് ദാരുണാന്ത്യം. കൊടുമ്പ് ചാത്തഞ്ചിറ സ്വദേശി 45-കാരൻ സുധാകരനാണ് മരണമടഞ്ഞത്. സ്വകാര്യ സ്ഥാപനത്തിലേക്കുള്ള സർവീസ് വയർ തകരാർ പരിഹരിക്കുന്നതിനിടയിലാണ് ദുരന്തം. പോസ്റ്റിൽ കുടുങ്ങിയ യുവാവിനെ പുറത്തെടുത്തത് വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഉദ്യോഗസ്ഥരെത്തി. അന്വേഷണം ആരംഭിച്ച് വൈദ്യുതി വകുപ്പ്. गीतसाराय गीततत्त्वाय गीतगोत्राय धीमहि गूढगुल्फाय गन्धमत्ताय गोचरप्रदाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय बालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय बालचन्द्राय श्रीगणेशाय धीमहि. ശാരീരികവും മാനസികവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിന്റെയും മനസ്സിന്റെയും മാറ്റം ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം. മികച്ച പ്രവർത്തനങ്ങൾ നടത്തി സമ്പൂർണ്ണ യോഗയെ കൈവരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ആദരമൊരുക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കേരളത്തെ സമ്പൂർണ്ണ യോഗ സംസ്ഥാനമാക്കുക ലക്ഷ്യമെന്നും മന്ത്രി. തോളൂർ പഞ്ചായത്തിൽ യോഗ ഡാൻസും വയോധിക പരിശീലകർക്ക് ആദരവും. മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കി പരിപാടികൾ. സമൂഹത്തിലെ അതിദരിദ്രരെ ചേർത്ത് പിടിക്കാൻ വടക്കാഞ്ചേരി നഗരസഭ 9 കുടുംബങ്ങൾക്ക് സ്വപ്ന ഭവനമൊരുക്കും. ജനകീയ പങ്കാളിത്തത്തോടെയാണ് വീട് നിർമ്മാണം. ഹാബിറ്റാറ്റ് മേൽനോട്ടം വഹിക്കും. വീടിന് 300 മുതൽ 400 സ്ക്വയർ ഫീറ്റ് വരെ വിസ്തൃതി. ഒക്ടോബർ മാസത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപനം. തൊട്ടതിനെല്ലാം പൊന്നും വില. ഇറച്ചിക്കും മീനിനുമല്ല വിലക്കുതിപ്പ്. എണ്ണയും തേങ്ങയും വില ഉയരത്തിൽ കൊടുമുടിയേറുന്നു. കാറ്ററിംഗ് യൂണിറ്റുകൾ കൊടിയ പ്രതിസന്ധിയിലേക്ക്. നേരിടുന്നത് മുമ്പെങ്ങുമില്ലാത്ത പ്രതിസന്ധി. മാസങ്ങൾക്ക് മുമ്പ് പരിപാടികൾ ബുക്ക് ചെയ്തവർക്ക് വിഭവങ്ങൾ നൽകുന്നത് കടുത്ത സാമ്പത്തിക നഷ്ടം സഹിച്ച് പച്ചക്കറി സദ്യ നടത്തുന്നതും എളുപ്പമല്ലാത്ത പണി. ഇനി അത്യന്തം വേദനാജനകമായ മറ്റൊരു തലക്കെട്ട്. മലക്കപ്പാറ വാൽപ്പാറയിൽ പുലി പിടികൂടിയ 4.5 വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തി. തോട്ടം തൊഴിലാളി
ജാർഖണ്ഡ് സ്വദേശി മനോജ് കുന്തയുടെ മകൾ റുസിനയെയാണ് പുലി പിടികൂടി ഭക്ഷണമാക്കിയത്. തേയിലത്തോട്ടത്തിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് പാതി ഭക്ഷിച്ച നിലയിൽ. കുട്ടിയുടെ കുടുംബത്തിന് സർക്കാരിന്റെ 10 ലക്ഷം രൂപ ധനസഹായം. ലൈംഗിക അതിക്രമ കേസ് കേരള മെൻസ് അസോസിയേഷൻ പാവം നിരപരാധിയാണെന്ന് വാദിച്ച് വലിയ സ്വീകരണം ഒരുക്കിയ വടകര സ്വദേശി സവാദ് 2 വർഷത്തിനു ശേഷം സമാന സംഭവത്തിൽ വീണ്ടും പോലീസ് പിടിയിൽ. ഇത്തവണ വലയിലായത് കഴിഞ്ഞ 14-ന് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ. യുവതിയുടെ പരാതിയിൽ അന്വേഷണത്തിനിടെ ഈസ്റ്റ് പോലീസ് സവാദിനെ ഓടിച്ചിട്ട് പിടികൂടി. വന്യമൃഗശല്യം മൂലം കർഷകർ നേരിടുന്ന ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് കേരള കർഷക സംഘം അത്താണി മേഖലാ സമ്മേളനം. കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായ പോരാട്ടങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനം. ഏരിയ സെക്രട്ടറി TV സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. KA രാമചന്ദ്രൻ പ്രസിഡന്റ്, M വേണുഗോപാൽ സെക്രട്ടറി, ബിനോയ് മോഹനനെ ട്രഷററായി തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് വായനാ വാരാചരണം. ഭിന്നശേഷി വ്യക്തികളെ മഹനീയ പ്രവർത്തനത്തിൽ കണ്ണികളാക്കാൻ പദ്ധതി. സാമൂഹ്യനീതി വകുപ്പിന്റെ സമൂഹ മാധ്യമ പേജുകളിലൂടെ ഭിന്നശേഷിക്കാർക്ക് പ്രാപ്യമാകുന്ന തരത്തിലുള്ള ലഘുരചനകൾ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും. വരടിയം ഗവൺമെന്റ് UP സ്കൂളിൽ വർണ്ണാഭം പരിപാടികൾ. വളാനി ഡാം ജലാശയം വീണ്ടും പുഴയിലേക്ക് തുറക്കുന്നു. തിങ്കളാഴ്ച കാലത്ത് 11 മുതൽ സ്ലൂയിസ് ഷട്ടർ ഉയർത്തി പരിമിതമായ അളവിൽ വെള്ളം തുറന്നുവിടുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അസുരൻകുണ്ട് ഡാമും നിറഞ്ഞു. ജലനിരപ്പ് 8.60 മീറ്ററായി. 8.80 മീറ്ററിലെത്തിയാൽ ഷട്ടറുകൾ ഉയർത്തി അധിക ജലം പുറത്തേക്കൊഴുക്കും.